ഹലോ ഗൈസ്, നമ്മളെ വീട്ടിലെ മാവില്ലേ, അന്ന് രേഷ്മാൻ്റെ ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ എറിഞ്ഞ് മാങ്ങ പറിച്ച മാവ്, ആ മാവിൻ്റെ ഒരു കൊമ്പ് പൊട്ടി വീണു. ഇന്നലെ രാത്രി പൊട്ടി വീണതാണ്. നല്ല ഒച്ച ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചമ്മേ വിളിച്ച്. അകത്തായിരുന്നു ഞാനുള്ളത്. പിന്നെ നിറയെ ഇപ്പോൾ പഴുത്തിയാണ് മാങ്ങയെല്ലാം. നല്ല പച്ച മാങ്ങയാണ്. ഇപ്പം എല്ലാ മാങ്ങകളും പഴുത്തു. ആ മാങ്ങ കൂടുതലായിട്ടുള്ള മാവിൻ്റെ കൊമ്പാണ് വീണിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ആ ഭാഗം കണ്ടോ, ഒരു പൊട്ടി നിൽക്കുന്നത്. ഈ ചെറുതല്ല, അങ്ങ് മേലെ വിടുന്നാണ് പൊട്ടിയത്. അവിടെ നിന്ന് പൊട്ടുമ്പോൾ ഈമലും കൂടി വീണ് ഇതും പൊട്ടി, രണ്ടും കൂടിയാണ് വീണിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കുറച്ച് രണ്ടും കൂടിയാണ് വീണിട്ടുള്ളത്. വീടിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ വീട് കിടക്കുകയാണ്, ഒരു സൈഡ് മൊത്തത്തിലൊന്നുമില്ല, പകുതിയേ ഉള്ളൂ. ഇതിങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മാങ്ങ ഉണ്ടാവും, ചിലപ്പോഴെല്ലാം അധികവും മാങ്ങ ഉണ്ടാവും. പക്ഷേ ഇതിൽ മാങ്ങ എങ്ങനെ എടുക്കാനാണ്? ഇതാര് വലിച്ച് പൊന്തിച്ച് തരും? എനിക്കിതാ നമ്മളെ ലൈനുമ്മൽ കാണി വീണിട്ട ലൈനില്ല എങ്ങനെയല്ലേ, അതുമ്മൽ വീണിട്ടുണ്ട്. അപ്പോൾ അതിമേൽ വീണുകൊണ്ട് ലൈന് വലിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ലൈന് വലിഞ്ഞുകൊണ്ട് നമുക്ക് കറണ്ടില്ല. എന്താ ഇപ്പോൾ ഇവിടെയുള്ള ഈ വാഴ ഒടിഞ്ഞു, അവിടെയുള്ള ആ വാഴ ഒടിഞ്ഞു. ഇത് വീണപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇപ്പം മൊത്തത്തിൽ നിറഞ്ഞ് വീണ് കിടക്കുന്നത്. ഞങ്ങൾ യാത്രയാവുക എന്താണെന്നറിയത്തില്ലല്ലോ. അമ്മ പറഞ്ഞു എന്തോ തെങ്ങ വീണതാണ്. പക്ഷെങ്കിൽ ഞങ്ങൾ ഈ ജനവാതിൽ രാത്രി തുറന്ന് നോക്കി. ഇത് ഇന്ന് തുറന്നതാണ്, നേരെ തന്നെ അടച്ചുണ്ട്. തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ മാവ് വീണെടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ മാവ് മൊത്തത്തിൽ വീണു. പക്ഷെ അമ്മ പറഞ്ഞു മൊത്തത്തിലല്ല, ഒരു കൊമ്പെങ്ങനെ വീണതെന്ന്. പിന്നെ ഞങ്ങൾ ഈ താഴെ കാണുന്ന കൊമ്പില്ലേ, അതാണ് വീണതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏറ്റവും മേലെയുള്ള പൊട്ടിക്കിടക്കുന്ന ചോണൻ കടിക്കുന്നു. ചോണനെല്ലാം മൂറിട്ട് കടിച്ച് കളയുന്നു ഗൈസ്. എന്താ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങ് വീണിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴയൊക്കെ പെയ്തിട്ടോ അല്ലെങ്കിൽ മാവ് വയസ്സാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു വള്ളി പടർന്ന് കിടക്കുന്നുണ്ട്. തോന്നുന്നു എൻ്റെ കാലിലെല്ലാം കടിക്കുന്നു ഗൈസ്. ഇങ്ങനെ വള്ളി എന്തോ പടർന്ന് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതെന്തൊരു വള്ളിയാണ്. ഞാൻ പോയി കാല് കേട്ടെ ഗൈസ്. ബൈ ബൈ. ഞാൻ കാല് എവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ മാവ് പോയിരിക്കുകയാണ്. മാവ് മുഴുവനായിട്ടൊന്നും പൊട്ടിയിട്ടില്ല. ഒറ്റ കൊമ്പ്, അതും വലിയ ഒറ്റ കൊമ്പ് ഇങ്ങനെ പൊട്ടിയതാണ്. രാത്രി പെട്ടെന്ന് പേടിച്ചു പോയി. ടേന്ന് ഉച്ചയായിട്ടപ്പോൾ നമ്മൾ ആരായാലും പേടിക്കുമല്ലോ, അങ്ങനെ പേടിച്ചു പോയി രാത്രി. മൂറെന്തങ്ങനെ? മൂറല്ല, ഇവനെ ജനവാലിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടി നിരീക്ഷണമായി കാണിച്ചു തരാം. ഓക്കെ, ഇതാ കണ്ടോ നിങ്ങൾ? കണ്ടാ മൊത്തത്തിൽ വീണ് കിടക്കുന്നുണ്ട്. ഞാനിതാ ഏത് ആംഗിളിൽ വേണമെങ്കിലും കാണിച്ചു തരാം. എടോ, നമ്മളെ തൈയിൻ്റെ നമുക്ക് ഇവിടെ ഒരു തൈ ഉണ്ടായിരുന്നേ, അവിടെ ഇങ്ങനെ ആ തൈയും പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു തൈ ഉണ്ടായിരുന്നു, തെങ്ങും തൈയാണെന്ന് തോന്നുന്നു. അത് പൊട്ടിയിട്ടുണ്ട്. കുഴിച്ചിട്ടിട്ട് കുറച്ച് ഓലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് പൊട്ടിപ്പോയി. എന്തു ചെയ്യാനാണ്? നമ്മളെ മാവ് ഇതാ ആ പൊട്ടി വീണ കൊമ്പാണ് ദാ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് പൊട്ടിയിട്ടുണ്ട്. മാവെല്ലാം അതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട്. ഇനി 5-6-10 കൊമ്പുണ്ടാവും. അത്രയൊന്നുമില്ല, 2-3 കൊമ്പുണ്ടാവും. അപ്പോൾ ഇത് മാവുണ്ടാവും അറിയില്ല, പക്ഷെ പൊട്ടി ഉണ്ടാവുമായിരിക്കില്ല. എന്നിട്ട് ഇതുമ്മലുള്ള മാവ് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുക്കുക. എന്നിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെകുന്ന വീഴ്ചയിൽ നിലത്ത് വീണ് പോയോ, നിലത്ത് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാക്കയും പക്ഷിയൊക്കെ അതിൻ്റെ മേലെ ആയിരിക്കും. എടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് പക്ഷിയല്ലേ അല്ലേ? ഞാൻ പക്ഷിയാണെന്ന് വിചാരിച്ചു സാർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ഫോണിലധികം ചാർജ് ചേർത്താൽ ചാർജില്ല എന്ന് വെച്ചാൽ ചാർജിങ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കുത്തിയിടും? ഇവിടെ ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ കറണ്ടൊന്ന് സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്കൊരു 2 ദിവസം മിനിമം കൊണ്ടുപോകാം. പക്ഷെങ്കിൽ എന്തായാലും ഇന്ന് നന്നാക്കാൻ അമ്മമാരെ വിളിച്ച് പറയണം, ലൈൻമാൻമാരെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായില്ലേ? അപ്പോൾ ബൈ ബൈ.